ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഇതുപോലെ തന്നെ ഒരു ആമസോൺ ഹോൾ വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു, ഒത്തിരി യൂസ്ഫുള്ളായി എന്ന് കമൻറ്റ്സ് കണ്ടു. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അത് കാണാനും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഒക്കെ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടാകും. അതുകൊണ്ടാണ് ഇന്ന് ഒരു ചെറിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3-4 ഐറ്റം മാത്രമാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കണ്ടാലോ. ആദ്യത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് PGN ബ്രാൻഡിലുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ്. കുറച്ച് വലിപ്പമുള്ള ഒരു തവയാണ്. അപ്പോൾ നമുക്കൊരു മസാല ദോശയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ നല്ല തിക്നെസ് കൂടിയ ഒരു തവയാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്കാണ്. ഇത് ഇൻഡക്ഷൻ ഫ്രണ്ട്ലി അല്ല, നമുക്ക് ഗ്യാസ് സ്റ്റവിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇത് മെറ്റൽ ഫ്രണ്ട്ലി ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, നമ്മളെപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും വുഡൻ ആയിട്ടുള്ള സ്റ്റിക്കുകൾ അല്ലെങ്കിൽ സ്പാച്ചുലാസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 1100 എനിക്ക് ഞാൻ വാങ്ങിയ സമയത്ത്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് ഒരു ചെറിയ ബോക്സാണ്. നമുക്കിത് തുറന്ന് നോക്കാം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കി കട്ടർ പോലെയുള്ള ചെറിയ മോൾഡുകളാണ്. അപ്പോൾ നമുക്ക് ബുൾസൈ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വ്യത്യസ്തമായ 4 ഷേപ്പിലുള്ള മോൾഡുകളാണ്. ഇതിന് പിടിക്കാനായിട്ടൊരു ഹോൾഡറുമുണ്ട്. അപ്പോൾ ഇതുപയോഗിച്ച് ബുൾസൈ ഒക്കെ തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ ചെറിയ തട്ടുദോശയൊക്കെ തയ്യാറാക്കാനും വളരെ നല്ലതാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 175 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്കുകൾ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഈ മോൾഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബുൾസൈ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ സൈഡ് നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ പ്രസ്സായിട്ടില്ലെങ്കിൽ മുട്ട ഒഴിക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ലീക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബുൾസൈക്ക് നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കട്ടി കൂടുതലായിരിക്കും. കാരണം ചെറിയ മോൾഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ബുൾസൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് സ്പൂണോ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്നൊന്ന് വിടുവിച്ചെടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കറക്റ്റ് ഷേപ്പിൽ വിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ ബുൾസൈ അത്യാവശ്യം ഒന്ന് കുക്കാവുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കുട്ടികൾക്ക് കൊടുക്കാൻ അടിപൊളി ബുൾസൈ തയ്യാറാക്കാം. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ കുറേ നാളുകളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പാത്രമായിരുന്നു. അപ്പോൾ ഇത് കരോട്ടെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു കടായിയാണ്. ബോക്സ് തുറക്കുമ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ ഒരു ലിഡാണുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് ലിഡാണ്. നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കരോട്ടയുടെ പാന്. വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. കരോട്ടെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലതാണ്. ഞാൻ അതിൻ്റെ തന്നെ ഒരു നൈഫ് കഴിഞ്ഞ വീഡിയോയിൽ അതുപോലെ ഒരു സ്പാച്ചുല സെറ്റൊക്കെ മേടിച്ചിരുന്നു. വുഡൻ ഫിനിഷുള്ള ഒരു 2 സൈഡിലും ഹാൻഡിലുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ലിഡും. ഈ ഒരു സെറ്റ് മേടിക്കണമെന്ന് കുറേ നാളുകളായിട്ട് ഞാൻ വിചാരിച്ചിരുന്നതാണ്. ഇതൊരു സെറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇതിൻ്റെ തന്നെ ഫ്രൈ പാൻ, തവ, അതുപോലെ തന്നെ കടായിയുടെ 2 വ്യത്യസ്ത ടൈപ്പിലുള്ള, അതായത് 2 വ്യത്യസ്ത സൈസിലുള്ള കടായികളും നമുക്ക് അവൈലബിൾ ആണ് ഒരു സെറ്റ് കോംബോ ആയിട്ട്. എനിക്ക് ഇതെല്ലാം തന്നെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പാകത്തിനുള്ള ഒരു കടായി മാത്രമാണ് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1499 ശരിക്കും അതിൻ്റെ റേറ്റ് 2360 ആമസോണിൽ. ഒരു ഓഫർ സെയിലായതുകൊണ്ട് 1499 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. അടുത്തത് ഒരു ചെറിയ ബോക്സാണ്. ഇതൊരു വാരെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സ്പാച്ചുലയാണ്. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. കുറേ റോളായിട്ട് മടക്കിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് സ്പാച്ചുല. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് സ്റ്റെയിൻ പിടിക്കുമെന്ന് എനിക്കറിയില്ല. മെലാമിൻ എന്ന് പറയുന്ന മെറ്റീരിയലാണിത്. ഇതിനകത്ത് MRP കിടക്കുന്നത് 180 രൂപയാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമ്മുടെ ഫൈനൽ ബോക്സാണ്. ഇതും ഒരു കടായി തന്നെയാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കടായിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രൈ ഒക്കെ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ നമ്മൾ നോൺ സ്റ്റിക്കിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ഫ്രൈ ചെയ്യുന്നതാണ്.
ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഞാൻ 1-2 ചട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഹെവിയാണ്, അത് നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് ഈ ഒരു കടായി. ഇതുപോലെ അതിൻ്റെ അകത്തും പുറത്തും ഹാമേർഡ് ആയിട്ടുള്ള ഇങ്ങനെ ചെറിയൊരു ഡിസൈനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൈ ഓടിച്ചപ്പോൾ തന്നെ കയ്യിൽ കുറച്ചിങ്ങനെ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ആദ്യമേ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എണ്ണ ഉപയോഗിച്ചുള്ള എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് ആദ്യമേ ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ജസ്റ്റ് കുറച്ച് സവാള ഇതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ഇത് സീസൺ ചെയ്ത് വരുന്നതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് അതുപോലെ എണ്ണയൊക്കെ പുരട്ടി ആദ്യമേ ഒന്ന് സവാള വഴറ്റിയെടുക്കുക. അതിനുശേഷം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന എന്തെങ്കിലും സ്നാക്സ് ഇതിൽ തയ്യാറാക്കുക. 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ഇത് നമുക്ക് നന്നായിട്ട് സീസൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇരുമ്പ് ചട്ടികൾ എങ്ങനെയാണ് നോൺ സ്റ്റിക്ക് പോലെ മയക്കിയെടുക്കുന്നതെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലേ പോട്ട്സിൻ്റെ മൺചട്ടികളും മയക്കിയെടുക്കുന്ന വീഡിയോസ് ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ എങ്ങനെയാണ് സീസൺ ചെയ്തെടുക്കുന്നതെന്ന് അറിയില്ല എങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാൻ വിട്ടുപോയി. 600 രൂപയായിരുന്നു ഇതിൻ്റെ പ്രൈസ്. 599 ആണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിരിക്കാം. ആമസോണിൽ വിസ്മയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു ഈ ഒരു ചീനച്ചട്ടി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.